കുബേരൻ. വിശ്രവമുനിയുടെ മൂത്ത പുത്രനായിരുന്നു കുബേരൻ. വിശ്രവയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ കുബേരനെ പ്രസവിച്ചു. രണ്ടാമത്തെ ഭാര്യ രാക്ഷസ്, അസുര സ്ത്രീയായിരുന്നു. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിവരെ പ്രസവിച്ചു. കുബേരൻ ലങ്കയിൽ ഭരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായുള്ള ബന്ധം വളരെ മികച്ചതായിരുന്നു. എന്നാൽ തന്റെ പുത്രന്മാർ കുബേരനുമായി കൂട്ടുകൂടുന്നത് രാവണന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? നിങ്ങൾ അസുരന്മാരാണ്. കുബേരൻ ഒരു ദൈവമാണ്. നിങ്ങൾ അവനുമായി ഇത്ര സൗഹൃദം പുലർത്തുന്നത് ശരിയാണോ? ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ബന്ധം ശത്രുതയുടേതാണ്. കുബേരന്റെ പ്രതാപവും മഹത്വവും പരിഗണിക്കുക. നിങ്ങൾക്ക് സ്വയം കാണിക്കാൻ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ? നിങ്ങളുടെ സ്വന്തം നില മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യുക. മാതാവിന്റെ നിർദ്ദേശപ്രകാരം രാവണനും കുംഭകർണനും വിഭീഷണനും തപസ്സിനായി കാട്ടിലേക്ക് പോയി. അവർ തങ്ങളുടെ പ്രാർത്ഥനയിൽ ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കുകയും ലങ്കരാജ്യം കീഴടക്കാനുള്ള വരം ആഗ്രഹിക്കുകയും ചെയ്തു. രാവണനും താൻ ശക്തനാകാനുള്ള വരം നേടി. അങ്ങനെ വരങ്ങളാൽ ഉറപ്പിക്കപ്പെട്ട അസുരന്മാർ കുബേരനെ ആക്രമിക്കുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അവർ കുബേരനെ ലങ്കയിൽ നിന്ന് പുറത്താക്കി. കുബേരൻ പുഷ്പക എന്ന മനോഹരമായ ഒരു വിമാനം ഉണ്ടായിരുന്നു. ഇതും രാവണൻ ഏറ്റെടുത്തു. കുബേരനെ ശരണം പ്രാപിച്ചവനെ താൻ വധിക്കുമെന്നും രാവണൻ അറിയിച്ചു. കുബേരൻ അഭയം നൽകാൻ ആരും ധൈര്യപ്പെട്ടില്ല എന്നർത്ഥം. കുബേരൻ മുത്തച്ഛനായ പുലസ്ത്യനോട് ഉപദേശം തേടി. ഗൗതമി ഗംഗയുടെ തീരത്ത് പോയി അവിടെ ശിവനെ പ്രാർത്ഥിക്കാൻ പുലസ്ത്യൻ പറഞ്ഞു. ശിവൻ കുബേരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. കുബേരൻ എല്ലാ സമ്പത്തിന്റെയും ദേവനാകുമെന്ന് അദ്ദേഹം കുബേരൻ അനുഗ്രഹം നൽകി. ഹിന്ദുമതത്തിൽ ധനത്തിന്റെ അധിപതിയായ ദേവനാണ് വിശ്രവസിന്റെ മകനായ കുബേരൻ. വൈശ്രവണൻ എന്നറിയപ്പെടുന്നു. സമ്പത്തിനെ വ്യാപിക്കുന്നവൻ എന്നർത്ഥം. കുബേരനെക്കുറിച്ച് ഗണപതി പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് വടക്ക് ദിക്കിന്റെ അധിപതിയായും കണക്കാക്കുന്നു. ശിവന്റെ അനുഗ്രഹത്തോടെ കൈലാസത്തിനടുത്ത് അളകാപുരി എന്ന പുരം നിർമ്മിച്ച് ധനാധീശനായി വാഴുകയും ചെയ്തു. പരമശിവൻ ധനം സംരക്ഷിക്കുന്ന കാവൽക്കാരനായാണ് കുബേരനെ നിയോഗിച്ചിരിക്കുന്നത്. കുബേരൻ അഥവാ വൈശ്രവണൻ. പരമശിവൻ ധനം സംരക്ഷിക്കുന്ന കാവൽക്കാരനായാണ് കുബേരനെ നിയോഗിച്ചിരിക്കുന്നത്. വൈശ്രണവന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ചാൽ ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉപദേവനാണ് കുബേരൻ. ക്ഷേത്രങ്ങളിൽ ഉപദേവനായി കുബേരനെ പ്രതിഷ്ഠിക്കുന്നത് ക്ഷേത്രത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. കേരളത്തിലും കുബേരക്ഷേത്രങ്ങളും യക്ഷിക്കാവുകളുമുണ്ട്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്ക് കിഴക്കേ മൂലയാണ് കുബേരമൂല. കന്നിമൂല പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ് ഇതും. പറമ്പിന്റെ വടക്ക് കിഴക്കേ മൂല താഴ്ന്നിരിക്കുകയും കന്നിമൂല ഉയർന്നിരിക്കുകയും വേണം. വടക്ക് കിഴക്കേ മൂലയിൽ വീടിനും ഒരു ഗേറ്റ് ഉണ്ടാകുന്നത് പണത്തിന്റെ ഒഴുക്ക് സുഗമമാക്കും. അവിടെ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ധനത്തിന്റെ വരവിനെ തടയും എന്നാണ് വസ്തുശാസ്ത്രം പറയുന്നത്. കുബേരനെ ദിനവും പ്രാർത്ഥിച്ചാൽ ധനം വീടുകളിൽ കുമിഞ്ഞുകൂടും എന്നാണ് പഴമക്കാർ പറയുന്നത്. താമരയിലകളുടെ നിറവും വലിയ വയറും ഉള്ള കുബേരനെ പലപ്പോഴും കുള്ളനായി ചിത്രീകരിക്കുന്നു. 3 കാലുകളും 8 പല്ലുകളും 1 കണ്ണും ആഭരണങ്ങളാൽ അലങ്കരിച്ചവനുമാണെന്ന് അദ്ദേഹം വിവരിക്കുന്നു. അവൻ ചിലപ്പോൾ ഒരു മനുഷ്യനെപ്പോലെ സവാരി ചെയ്യുന്നതായി വിവരിക്കപ്പെടുന്നു. ഒടിഞ്ഞ പല്ലുകൾ, 3 കാലുകൾ, 3 തലകൾ, 4 കൈകൾ എന്നിവ പോലെയുള്ള വൈകല്യങ്ങളുടെ വിവരണം പിന്നീടുള്ള പുരാണ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. കുബേരൻ കൈയിൽ ഒരു ഗദയോ മാതളമോ പണസഞ്ചിയോ പിടിച്ചിരിക്കുന്നു. ആഭരണങ്ങളുടെ ഒരു കറ്റ് അല്ലെങ്കിൽ ഒരു മങ്കൂസ് അയാൾക്കൊപ്പം എപ്പോഴും കാണും. നിധികളുടെ സംരക്ഷകരായി, നാഗങ്ങൾക്കെതിരായി കുബേരന്റെ വിജയത്തിന്റെ പ്രതീകമായാണ് മങ്കൂസിനെ കണക്കാക്കുന്നത്. ബുദ്ധമത പ്രതിമകളിൽ കുബേരനെ സാധാരണയായി ഒരു മങ്കൂസുമായി ചിത്രീകരിച്ചിരിക്കുന്നു.